ഞാൻ പറഞ്ഞ ഒരു ഫാം ആദായകരമാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് പൈസയാണ്, ക്യാഷാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്തം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ വരും. പിന്നെ നമുക്ക് പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനുള്ള ക്യാഷ് വേണമെന്ന്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ സ്ഥലം. രണ്ടാമതായിട്ട് നമുക്ക് സ്ഥലം വേണം. സ്ഥലം നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിലെ നമ്മുടെ സ്വന്തം സ്ഥലമായിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമം. വാടകയ്ക്ക് എടുത്തോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഒരു സമയത്ത് അതുകൊണ്ട് 2 പശു കെട്ടാനുള്ള സ്ഥലമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ചെയ്യാൻ. പിന്നെ ആ സ്ഥലത്തിൽ കൊണ്ട് നമുക്ക് പശു കെട്ടാൻ പറ്റുമോ എന്ന് ആദ്യം ചിന്തിക്കുക. അത് പശുവിൻ്റെ ചാണകം ഇടേണ്ട സ്ഥലമുണ്ടോ, വെള്ളം പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളം ഇടാനുള്ള സ്ഥലമുണ്ടോ എല്ലാം നമ്മൾ നോക്കണം. അതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് നമുക്ക് പകുതി വഴി കൊണ്ടുവച്ച് നിർത്തേണ്ട ഇടം ഉണ്ടാകരുത്. പല ആൾക്കാരും പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് വെള്ളം ഇടാൻ പറ്റുന്നില്ല, ചാണകം ഇടാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ തുടങ്ങിപ്പോയി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കുക. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരിടം വരുത്തരുത്. അപ്പോൾ മുമ്പൊക്കെ ഒരുപാട് പേര് പിന്നെ അറിഞ്ഞുകൂടാതൊക്കെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. സിറ്റിയിലൊക്കെ ഒരുപാട് പേര് തുടങ്ങിയിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയ ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പോഴും വെള്ളയാണി ഭാഗത്ത് ഒരു 2 ഫാം ഈ ഇടയ്ക്ക് കൂട്ടി. അത് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നല്ല സഹകരണമായിരുന്നു. പിന്നെ ഇത്തിരി അവർ ഒന്ന് പശു കെട്ടി ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ അവരൊരു മെച്ചപ്പെട്ട രീതിയിലായെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും കണ്ണുകടിയായി. ഇപ്പം അസൂയയ്ക്കും അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് മനുഷ്യനാണെങ്കിൽ ക്രമിച്ചുകൊണ്ടിരിക്കും. അതൊരാൾ വളരുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയാണ്. അതുള്ളതാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊരിട വരുത്താതെ നമ്മൾ തന്നെ ആദ്യം സ്ഥലം നമ്മൾ അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ, ഒരു ഫാമോ പശു എന്തെങ്കിലും കെട്ടേണ്ട സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഉചിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ഇതാണ് സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബയോഗ്യാസ് പ്ലാന്റ്. നമുക്ക് ഏറ്റവും ഉത്തമമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്. ഞങ്ങൾ പശു കെട്ടി തുടങ്ങി ആ സമയം തന്നെ ഞങ്ങൾ ഫാമായിട്ട് കൊണ്ടുവരുമെന്നുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഒരു 2-3 പശു. ആ 2 പശു ആണെങ്കിലും നമുക്കതൊരു പ്രയോജനമുള്ളതാക്കണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് ബയോഗ്യാസ് പ്ലാന്റ് ചെയ്തത്. പക്ഷെ ഇവിടെ പാറയാണ്, എങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതും ജോലിക്കാർക്ക് ആവശ്യത്തിനുള്ള ഗ്യാസും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2 പശു ആണെങ്കിലും നിങ്ങൾക്ക് ചാണകം ഇറക്കാം. കുറച്ച് ചാണകമേ വേണ്ടുള്ളൂ. ചാണകം ഇറക്കാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗ്യാസും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില അറിയാമല്ലോ. അപ്പം അതിനനുബന്ധിച്ച് നിങ്ങൾക്ക് ലാഭകരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ക്യാഷ്, പൈസ. രണ്ടാമതായിട്ട് നമ്മുടെ സ്ഥലം മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ചാണകം, വെള്ളം എല്ലാം അതിൻ്റെ രീതിയിൽ സംസ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ ആണെങ്കിൽ ഒരു ഫാം നടത്താം. ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് തൊഴുത്ത് വെക്കണം. അത് ഒരുപാട് അറിയാനുണ്ട്. തൊഴുത്ത് വെക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അറിയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം തൊഴുത്ത് വെക്കുന്നത് പറഞ്ഞുതരാം. പിന്നെ പശുക്കളെ വളർന്നതായാലും അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ. ഇപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ 1-2 ഫാം സന്ദർശിക്കുക. ഫാം സന്ദർശിച്ചതിന് ശേഷം തുടങ്ങുക. ഏറ്റവും ഉത്തമം അതാണ്. ഇത്തിരി വലിയ ഫാം, ഇത്തിരി നല്ല കൊല്ലത്ത് JK ഫാം എന്ന് പറയുന്നൊരു ഫാമുണ്ട്. വലിയൊരു ഫാമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പോകാനായിട്ട്. പക്ഷെ നമുക്ക് പോകാനുള്ള ഒരു
സമയവും ഇതൊന്നും കിട്ടാറില്ല. പക്ഷേ ആ സാറ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ആർക്കെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോവുക. സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഞങ്ങളൊക്കെ പഠിക്കാതെ തുടങ്ങി നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഴ്ചകൾ വന്നു. ഇനിയുള്ള തലമുറയെങ്കിലും പഠിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വരിക. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ പ്രമാണം കൊണ്ടൊന്നും പണയം വെച്ച് ചെയ്ത് കളയരുത്. ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പശു വാങ്ങുകയോ ഫാം തുടങ്ങുകയോ ചെയ്യരുത്. അടിപറ്റി വീണ് പോവും. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, പ്രമാണം എടുക്കാൻ വേണ്ടിയിട്ട് ഒടുവിൽ ആ പശു നിൽക്കുന്ന സ്ഥലം വരെ വിൽക്കേണ്ടി വരുമെന്ന്. സത്യമാണ്, 100% സത്യമാണ് അത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ക്ഷീരമേഖലയിൽ വരുന്നവർ കടം മറിച്ചോ പ്രമാണം വെച്ച് ലോൺ എടുത്തോ ഒരിക്കലും വരരുത്. സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവ് വേണം, ക്യാഷ് കയ്യിൽ വേണം, പിന്നെ ധൈര്യം വേണം, മനഃശക്തി വേണം. എന്ത് വന്നാലും താങ്ങാനുള്ള ഒരു ശക്തി വേണം. നിൽക്കുന്ന നിപ്പിന് പശുക്കൾ വീണു പോകും, ചത്തുപോകും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ശക്തി വേണം. അങ്ങനെയൊക്കെ ഉള്ളവർ വേണം ഇതിലേക്ക് ഇറങ്ങാൻ. അപ്പം ഓക്കെ, എന്നാൽ ഇനി അടുത്തൊരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ.